പശ്ചിമേഷ്യ മുഴുവൻ സംഘർഷഭരിതമാക്കുന്ന രീതിയിൽ യുദ്ധം തുടരുകയാണ്. യുദ്ധം എന്ന് തന്നെ പറയണം. കാരണം തെഹ്റാനിൽ US-ഉം ഇസ്രായേലും ആക്രമണം തുടരുമ്പോൾ തിരിച്ചടിയായി ആയത്തുള്ള അലി ഖാംനയുടെ വധത്തിനുള്ള പ്രതികാരവുമായി 27 ഇടങ്ങളിലാണ് US താവളങ്ങൾ ഹോസ്റ്റ് ചെയ്യുന്ന 27 ഇടങ്ങളിലാണ് GCC-യിൽ ഇറാന്റെ ആക്രമണം നടക്കുന്നത്. ഇറാന്റെ ആക്രമണത്തിൽ കാര്യമായ പരിക്കുകൾ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ പോലും മിക്കവാറും മിസൈലുകളൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഡ്രോണുകൾ വെടിവെച്ചിടുന്നുണ്ട്. എങ്കിൽ പോലും ഈ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഇസ്രായേൽ തെല്ലവീവിലും ഇറാന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ ചേരുന്നു. സുഹൈൽ, ഇത് എത്ര നാൾ തുടരുമെന്നാണ് ഒരു അനുമാനം? അജിംസ്, ഇപ്പോൾ തെഹ്റാനിൽ വലിയ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്നതിനേക്കാൾ അതിശക്തമായ ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഇസ്രായേൽ കുറച്ച് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു, നിങ്ങളുടെ ഹൃദയഭാഗം ഞങ്ങൾ തകർക്കാൻ പോവുകയാണ് എന്നൊരു ഭീഷണി മുഴക്കിയാണ് ഇപ്പോൾ ഈ ആക്രമണം തുടരുന്നത്. IRGC ഒരു വലിയ പ്രതികരണം ഈ ഖാംനായിയുടെ മരണത്തിന് ശേഷമുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. തങ്ങൾ കഴിയാവുന്ന ഈ വിപ്ലവ സേന രൂപീകരിച്ചതിന് ശേഷം ഉള്ള ഏറ്റവും വലിയ ആക്രമണമാണ് നടത്താൻ പോകുന്നത് എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, വലിയ ഒരു മിസൈൽ ശേഖരം ഈ ഇസ്രായേലിലേക്ക് പതിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ വലിയ ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തെഹ്റാന് നേരെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഈ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം നോക്കുകയാണെങ്കിൽ അവിടെ ഇസ്രായേലിൽ 500ഓളം കടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആക്രമണം കടുപ്പിക്കുന്നത്. പെട്ടെന്ന് ഈ യുദ്ധം അവസാനിക്കാനുള്ളൊരു സാഹചര്യം കാണുന്നില്ല. കാരണം 3-4 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപും അതേപോലെ തന്നെ US സേനയും ഈ ആക്രമണം തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇത് എവിടെ ചെന്ന് അവസാനിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവർക്ക് ഒരു വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ US മാധ്യമങ്ങൾ തന്നെ സംശയം പ്രകടിപ്പിക്കുകയാണ്. 3 കാര്യങ്ങൾ തീർച്ചയായും അവരുടെ ലക്ഷ്യമായി നിർണയിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കുക എന്നുള്ളത്. ഖാംനായിയുടെ വധത്തോടു കൂടി അതേപോലെ തന്നെ IRGC-യിലെയും പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകളെയും എല്ലാം വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതോടുകൂടി അല്ലെങ്കിൽ അവരെ കൊലപ്പെടുത്തിയതോടുകൂടി അവർ ഒന്നാമത്തെ ലക്ഷ്യം പൂർത്തീകരിക്കുകയാണ്. രണ്ടാമത്തെ ലക്ഷ്യം അവിടെ ഇനി അവശേഷിക്കുന്ന ഏറ്റവും സുപ്രധാനമായ മിസൈൽ ശേഖരം തകർക്കുക എന്നുള്ളതാണ്. ആ മിസൈൽ ശേഖരം തകർക്കാൻ ഇനിയും അവർക്ക് സാധിച്ചിട്ടില്ല. വലിയ ഭൂഗർഭ അറകൾക്ക് അടിയിലാണ് ഈ മിസൈൽ ശേഖരമുള്ളത്. മിസൈൽ സിറ്റി എന്നൊക്കെ വിളിക്കുന്ന അവിടെയാണുള്ളത്. അവിടെ അത് തകർക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തേത് ഭരണമാറ്റത്തിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടി CIA കൂടി ഏർപ്പെടുത്തുന്നു. അപ്പോൾ US ജനറൽമാരോട് ഈ കാര്യങ്ങളിൽ ഗ്യാരണ്ടി വാങ്ങിയതിനു ശേഷം എന്താണ് അവിടെ പൂർത്തീകരിക്കാൻ സാധിക്കുക, അതിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ യെസ് എന്ന ഉത്തരം കിട്ടിയതിന് ശേഷം മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഈ ഒരു ആക്രമണത്തിന് അനുകൂലമായ നിലപാടെടുത്തത്, അതിന് ഉത്തരവിട്ടത് എന്നുള്ളതാണ് US മാധ്യമങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലെ ഒന്നാമത്തെ ലക്ഷ്യം തന്നെ ആദ്യ ദിവസത്തിൽ തന്നെ ഈ ഒരു ആക്രമണം നടന്നത് ഖാംനായി കൊല്ലപ്പെടുന്നത് ഇന്നലെ രാവിലെയാണ്. ആദ്യ ആക്രമണത്തിൽ തന്നെ അത് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇനി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ ടാർഗറ്റിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെസഷ്കിയാനെ വധിക്കാൻ ഇവർക്ക് പ്ലാനുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായും മനസ്സിലാക്കണം. അപ്പോൾ ഉന്നതരായ ആളുകളെ വധിക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നിഷ്പ്രയാസമാണ് എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ഇത്തരമൊരു ആക്രമണം നേരത്തെ തന്നെ അവർ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഖാംനായി അടക്കമുള്ള ആളുകൾ ട്രംപിന്റെ പ്രധാനപ്പെട്ട ടാർഗറ്റാണ് എന്ന് അവർക്കറിയാം. പക്ഷേ അതുപോലും സംരക്ഷിക്കാൻ ഇറാന് സാധിച്ചില്ല എന്ന് വരുമ്പോൾ ഉന്നത നേതൃത്വത്തെ വധിക്കുക എന്ന് പറയുന്നത് മൊസാദിന്റെ ഒരു ഓപ്പറേഷൻ അനുസരിച്ച് അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി അത് വളരെ എളുപ്പമാണ് എന്ന് ഇറാനിൽ തെളിഞ്ഞിരിക്കുകയാണ്. അത് എല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പൂർത്തീകരിക്കാൻ വളരെ നിഷ്പ്രയാസം അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കും. രണ്ടാമത്തേതായിരിക്കും ഈ സൈനിക ശേഷി തകർക്കുക എന്നുള്ളത്. പ്രത്യേകിച്ചും അവരുടെ 5000-ഓളം വരുന്ന മിസൈൽ ശേഖരം തകർക്കുക എന്നുള്ളതായിരിക്കും അമേരിക്കയുടെ അടുത്തൊരു ടാർഗറ്റ്. അതെങ്കിലും പൂർത്തീകരിക്കാതെ അമേരിക്കയും ഇസ്രായേലും ഇവിടെ നിന്ന് മടങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതോടൊപ്പം ചേർത്ത് വെക്കേണ്ടത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ദീർഘമായൊരു യുദ്ധം പാടില്ല എന്നുള്ളതാണ് മാഗ ക്യാമ്പ് പറയുന്നത്. പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹത്തിന് ടോട്ടൽ വിക്ടറി നേടാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസരമായി നെതന്യാഹു ഇതിനെ കാണുകയാണ്. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം നെതന്യാഹു തുടങ്ങിവെച്ച ഒരു യുദ്ധം അത് എല്ലാ മേഖലയിലും ഗസയെ തരിപ്പണമാക്കി, ഹമാസിന്റെ പ്രമുഖ നേതാക്കളെ വധിച്ചു, ഹിസ്ബുള്ളയുടെ പ്രമുഖരായ ആളുകളെ വധിച്ചു. അതേപോലെ തന്നെ ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ വൻ ആക്രമണങ്ങൾ നടത്തി. ഹൂത്തികൾക്കെതിരായ ആക്രമണങ്ങൾ, യഥാർത്ഥത്തിൽ സിറിയയിൽ വരെ ഭരണമാറ്റങ്ങളുണ്ടായി. പിന്നീട് ആകെ അവശേഷിച്ചത് ഇറാൻ മാത്രമാണ്. ഈ ടോട്ടൽ വിക്ടറിക്ക് വിഘാതമായി നിൽക്കുന്നത് ഇറാനാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇറാനിൽ കൂടി ഭരണമാറ്റമുണ്ടാക്കി തൻ്റെ ടോട്ടൽ വിക്ടറി നേടി
ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനു വേണ്ടി എല്ലാം ചെയ്ത പുതിയ മിഡിൽ ഈസ്റ്റ് സൃഷ്ടിച്ച വ്യക്തി എന്ന വലിയ ഇമേജ് സൃഷ്ടിക്കാൻ വേണ്ടി നെതന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നെതന്യാഹും ട്രംപും തമ്മിൽ ഈ ഒരു ഇൻട്രസ്റ്റിൽ എന്താണ് ഈ യുദ്ധത്തിന്റെ പരിണതി എന്നുള്ള കാര്യത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. സ്വാഭാവികമായും ദീർഘകാലത്തേക്കുള്ളൊരു യുദ്ധം അത് ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. US-ൽ മിഡ് ടേം ഇലക്ഷൻ നടക്കാൻ ഇരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്താണോ ട്രംപ് ഇത്രയും കാലം പറഞ്ഞിരുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിൽ ട്രംപിന്റെ ടീമിൽ തന്നെ പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വരും. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഒരാഴ്ചക്കുള്ളിലെല്ലാം അവസാനിക്കുന്ന ഒരു ഓപ്പറേഷൻ മാത്രമാണ് ട്രംപ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഈ കാലയളവിനുള്ളിൽ അവരുടെ ഈ 3 ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുക. ഭരണമാറ്റത്തിലേക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ഒരു പവർ വാക്യൂം ഉണ്ടാകും. പ്രമുഖരായ നേതാക്കൾ കൊല്ലപ്പെടുകയും സൈനിക നേതൃത്വം കൊല്ലപ്പെടുകയും സൈനിക ശേഷി നശിക്കുകയും ചെയ്താൽ പിന്നീട് അവിടെ ഒരു വിടവുണ്ടാവും. ആ വിടവിലേക്ക് പതുക്കെ പെട്ടെന്നല്ലാതെ കുറച്ചുകൂടി ആളുകളിൽ ബ്രെയിൻ വാഷ് ചെയ്ത് ആളുകളിൽ മാറ്റങ്ങളുണ്ടാക്കി ആ വേഗത്തിലേക്ക് കയറിക്കൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി അവിടെ നിന്ന് പിൻവാങ്ങുക എന്നതായിരിക്കും ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്ലാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.